ഡയോസ് രുചി കിട്ടുള്ളൂ. അതിനാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത്. അല്ലാതെ അതിന് പ്രത്യേകിച്ചൊരു സയൻസ് ഒന്നും ഇല്ല. അത് വേറൊരു മാജിക്കൊന്നുമല്ല. എല്ലാവർക്കും നന്നായിട്ട് പാകം ചെയ്യാൻ പറ്റും. എന്ത് പാചകം ചെയ്യുന്നു അത് അതിൻ്റെ കറക്റ്റ് പാകത്തിന് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ആ കറക്റ്റ് അളവും കറക്റ്റ് പാകവും ഇത് രണ്ടുമാണ് പ്രധാനം. ഇനി സവാളയുടെ നിറം ചെറുതായി ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, പിന്നെന്താ മുളക് പൊടി, കുരുമുളക് പൊടി 3 കാര്യങ്ങളും ചേർക്കണം. അപ്പോൾ രാജ്മാ പയറും ഇറച്ചിയും എല്ലാം കൂടി ചേർന്ന് ഒന്നിച്ചല്ലേ വേകുന്നത്. അതുകൊണ്ട് തന്നെ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങുന്ന സത്ത് അതിൻ്റെ സ്റ്റോക്കാണ്, അതിൽ കിടന്നിട്ടാണ് ഈ പയർ വേകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് രുചി കൂടും. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. ആദ്യത്തെ വിസിലിനായി വെയിറ്റ് ചെയ്യുക. ആദ്യത്തെ വിസിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീ അല്പം കുറയ്ക്കണം. പിന്നെ നമ്മൾ 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിലിന് വേണ്ടി വീണ്ടും വെയിറ്റ് ചെയ്യുക. എന്തായാലും നന്നായിട്ട് വേകണം. രാജ്മ വേകാൻ ഇച്ചിരി സമയമെടുക്കും. വെന്തില്ലെങ്കിൽ അത് കൊള്ളത്തില്ല. അതുകൊണ്ട് 2 കാര്യങ്ങൾ ഒന്നിച്ച് വെന്ത് കിട്ടും. അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. ഇനി വേണ്ടത് 1 കപ്പ് പാൽ, പശുവിൻ പാൽ. കണ്ടൻസ് മിൽക്കും തൈരും കൂടി ഒന്ന് യോജിപ്പിക്കാം. ഇതിലേക്കാണ് നമ്മൾ പാലൊഴിക്കുന്നത്. ഇതെല്ലാം ഞാൻ അളന്ന് വെച്ചതാണ്. 1 കപ്പ് പശുവിൻ പാൽ. ഇത് കാച്ചിയ പാലല്ല, കാച്ചാത്ത പാലായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരല്പം നേരമായുള്ളൂ പുറത്ത് വെച്ചിട്ട്. അപ്പോൾ 3 കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞു. വളരെ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു പൊടിയാണ്. പിന്നെ ഇനി എന്താ വേണ്ടത്? ഒരല്പം വാനില എസൻസ്, ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ആകാം. 1/2 ടീസ്പൂൺ മതി വാനില എസൻസ്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതൊരു അരിപ്പയിലൂടെ അരിച്ച് ബേക്ക് ചെയ്യുന്ന പാത്രം ഏതാണോ ആ പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ തൈര് പൊടിയാണിത്. തീർച്ചയായിട്ടും ഇഷ്ടമാവും. പരീക്ഷ നോക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണ് വിചാരിക്കുന്നു. ആദ്യം കാണിച്ച രാജ്മ ആൻഡ് കീമ കറിയാണ്. അത് ചപ്പാത്തിയുടെ കൂടെയും ചോറ്, നല്ല വെള്ളച്ചോറിൻ്റെ കൂടെ എല്ലാം വളരെ നല്ലതായിരിക്കും. രണ്ടാമത് കാണിച്ചതും ഒരു ഡിസേർട്ട് ഐറ്റമാണ്, പുഡിങ്ങാണ്. തീർച്ചയായിട്ടും 2 വിഭവങ്ങളും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി ഡയോസ് മാജിക് അവൻ പവർഡ് ബൈ ക്രിസ്റ്റൻ ക്രമിലൂടെ കാണാം.